ഇസ്ലാമിൻ സാമ്രാജ്യ അധിപൻ ഉമറെ ഖലീഫ തന്റെ ചരിതം ഈണത്താൽ പാടിയിടം ഞാനും സഹോദരരെ കേട്ടിടുക സകലം. ഇസ്ലാമിൻ സാമ്രാജ്യ അധിപൻ ഉമറെ ഖലീഫ തന്റെ ചരിതം ഈണത്താൽ പാടിയിടം ഞാനും സഹോദരരെ കേട്ടിടുക സകലം. അന്നൊരു രാത്രി ഖലീഫ ഉമർ താൻ സഞ്ചരിപ്പാനിറങ്ങി. അവിടുത്തെ തന്റെ പ്രജകളുടെ സ്ഥിതി കണ്ടറിയാൻ ഇറങ്ങി. ഇസ്ലാമിൻ സാമ്രാജ്യ അധിപൻ ഉമർ ഖലീഫ തന്റെ ചരിതം ഈണത്താൽ പാടിയിടം ഞാനും സഹോദരരെ കേട്ടിടുക സകലം. അങ്ങനെ പോകുന്ന വേള ഖലീഫ ഉമർ തൻ കാണുകയായി. അങ്ങകലത്തെ ഒന്നിൻ ചെരുവിൽ ചെറിയൊരു കൂരയതാ. ആ കൂര തന്നിൽ അരണ്ട വെളിച്ചം പരന്നു ഖലീഫ കണ്ടു. ആ വീട്ടിൽ നിന്നും കുഞ്ഞുങ്ങൾ കരയുന്ന ശബ്ദമുയർന്നിടുന്നു. കരച്ചിൽ കേട്ടുടനെ ഖലീഫ ഉമർ താൻ വാതിൽക്കൽ കൂട്ടിടുന്നു. കാര്യമറിയുവാൻ ജിജ്ഞാസയോടെ തൻ അതങ്ങ് നിന്നിടുന്നു. കതക് തുറന്നൊരു പെൺവാണി വാതിൽക്കൽ മറവെട്ടി വന്നു നിന്നു. കണ്ണീർ തുടച്ചവൻ ചോദ്യമുയർത്തുന്നു, പറയൂ നീ ആരാണെന്ന്. ഈ രാത്രി എന്നോട് ഇന്നാരം ചോദിക്കാൻ നീ ആര് തന്മാണിയോ? ഈ രാജ്യം ഉമർ ഭരിക്കുകയാണെന്ന കാര്യം മറന്നു പോയോ? വേഗത്തിൽ നീ ഇടവാങ്ങുകയില്ലെങ്കിൽ ഉമറുൽ ഖത്താബിഞ്ഞാൽ വാഴാലെ നിൻ കഥ തീർത്തിടുമെന്നോർത്തു ഇക്കഥ കാരറിഞ്ഞാൽ. ഇസ്ലാമിൻ സാമ്രാജ്യ അധിപൻ ഉമർ ഖലീഫ തന്റെ ചരിതം ഈണത്താൽ പാടിയിടം ഞാനും